19 വയസ്സിൽ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം, പക്ഷേ അതെങ്ങനെ നേടണമെന്ന് അറിയില്ല എന്നുള്ള അവസ്ഥയിൽ നിന്നും ഇന്ന് സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ഹൈ പേയിങ് ഗവൺമെന്റ് ജോബിൽ എത്തി നിൽക്കുകയാണ് രാധികയുടെ സക്സസ് സ്റ്റോറി. ലെറ്റ്സ് ഹിയർ എ സ്റ്റോറി. രാധികയുടെ സ്വദേശം കൊല്ലമാണ്. മുത്തച്ഛൻ ഒരു റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയിയും അച്ഛൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുമാണ്. ചെറുപ്പം മുതലേ രാധികയ്ക്ക് ഒരു ഗവൺമെന്റ് എംപ്ലോയി ആകണമെന്നായിരുന്നു അംബീഷൻ ഉണ്ടായിരുന്നത്. 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ തന്റെ സ്വപ്നത്തിന് പിന്നാലെ പോകാൻ അവൾ തീരുമാനമെടുത്തു. പക്ഷേ ഇത് എങ്ങനെ അച്ചീവ് ചെയ്തെടുക്കണം എന്നുള്ള കാര്യത്തിൽ അവൾക്ക് സംശയമായിരുന്നു. ഇതിനായി അവൾ കർമ്മ അക്കാഡമിയെ സമീപിച്ചു. രാധിക 19ാം വയസ്സിലാണ് കർമ്മയിൽ ജോയിൻ ചെയ്തത്. അവളുടെ ഡിറ്റർമിനേഷനും പാഷനും നമ്മുടെ ടീച്ചേഴ്സിന് മനസ്സിലാകുകയും അവളെ ഫുൾ ടൈം എക്സാം പ്രിപ്പറേഷന് വേണ്ടി ഗൈഡ് ചെയ്യാനും തുടങ്ങി. ഒപ്പം തന്നെ ഡിസ്റ്റന്റ് ആയിട്ട് ഇഗ്നുവിൽ ഡിഗ്രി പെർസ്യൂ ചെയ്യാനുള്ള നിർദ്ദേശവും നൽകി. രാധികയ്ക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ മാത്സ് സെക്ഷൻ വേഗം പഠിച്ചെടുക്കാൻ സാധിച്ചെങ്കിലും എക്സാമിന്റെ ടൈം മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എക്സാംസിന്റെ എല്ലാ ക്വസ്റ്റ്യനും മുഴുവനായി വായിക്കാനോ കാണാനോ സാധിക്കാതിരുന്നത് അവളുടെ എക്സാമിന്റെ പെർഫോമൻസിനെ വളരെയധികം ബാധിക്കുകയും ചെയ്തു. ഇത് അവളെ ഒരുപാട് ഡീമോട്ടിവേറ്റ് ചെയ്തെങ്കിലും നമ്മുടെ ടീച്ചേഴ്സ് അവളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് നീഡ്സ് മനസ്സിലാക്കുകയും അവൾക്ക് ടൈം വെച്ചുള്ള പരിശീലനം കൊടുക്കുകയും ചെയ്തു. ഒരു ചോദ്യം സിമ്പിൾ ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ടെക്നിക്കുകൾ അവളെ പഠിപ്പിക്കുകയും അത് ടൈമറിന്റെ സഹായത്തോടെ കുറഞ്ഞ ടൈമിൽ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് നൽകുകയും ചെയ്തു. മോക്ക് ടെസ്റ്റുകൾ ടൈം വെച്ച് തന്നെ അവളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ഒപ്പം തന്നെ ഡെയിലി ടൈമർ വെച്ചുള്ള പ്രാക്ടീസ് അക്കാഡമിയിലും വീട്ടിലും ചെയ്യാനുള്ള നിർദ്ദേശവും നൽകി. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ ആക്ടിവിറ്റികൾ രാധികയുടെ പരീക്ഷ എഴുതുന്ന സമയത്തിന് നന്നായി കുറയ്ക്കുകയും അവൾക്ക് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ വായിച്ച് മാക്സിമം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തുകയും ചെയ്തു. GK പോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നത് മറന്നുപോകുന്ന പ്രോബ്ലം രാധികയ്ക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മുടെ ടീച്ചേഴ്സ് രാധികയ്ക്ക് ഗ്രൂപ്പ് സ്റ്റഡി സെഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ആ ഗ്രൂപ്പിലുള്ള കുട്ടികൾ തമ്മിൽ പഠിപ്പിച്ചും ആ സെഷനുകളിലൂടെ അവരുടെ GK സബ്ജക്റ്റുകൾ ഗ്രാജുവലി സ്ട്രോങ് ആക്കുകയും ചെയ്തു. ഇങ്ങനെ മാസങ്ങൾക്കിപ്പുറം രാധിക പഠിച്ച കാര്യങ്ങൾ കൊണ്ട് തന്നെ ഓരോ എക്സാംസ് ഒന്നൊന്നായി ക്വാളിഫൈ ചെയ്യാൻ തുടങ്ങുകയും അതിനുശേഷം അവൾക്ക് ഇന്റർവ്യൂ ട്രെയിനിങ്ങും മോക്ക് ഇന്റർവ്യൂസിന്റെ കോച്ചിങ്ങും കൊടുക്കാൻ തുടങ്ങി. ഇതിലൂടെ രാധികയ്ക്ക് കിട്ടിയ റിസൾട്ട്സ് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ വെറും 8 മാസങ്ങൾക്ക് ശേഷം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ എക്സാംസ് ക്ലിയർ ചെയ്ത് സ്വന്തം മുത്തശ്ശൻ ജോലിക്ക് കയറിയ അതേ 19ാം വയസ്സിൽ രാധികയും ഇന്റലിജൻസ് ബ്യൂറോയിൽ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആയിട്ട് നിയമിക്കപ്പെട്ടു. അവളുടെ വിജയം രാധികയ്ക്കും രാധികയുടെ കുടുംബത്തിനും വലിയ സന്തോഷവും അഭിമാനകരവുമായിരുന്നു.